മുമ്പത്തെ പടത്തിൽ സംഭവിച്ച അബദ്ധങ്ങളൊന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാത്തിലും ഷൂട്ടിങ്ങിലായാലും ഒക്കെ നമ്മളങ്ങനെ ശ്രദ്ധിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഓരോ പടങ്ങൾ കഴിയുമ്പോൾ അത് ബെറ്റർ ആവും എന്നുള്ളത്. അത് അതിനനുസരിച്ച് ഓഡിയൻസ് മാറുന്നുണ്ടല്ലോ ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ. അതിനനുസരിച്ച് നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരുപാട് പേര് അടുത്ത് പറഞ്ഞു. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ജനങ്ങളുടെ കൂടെ ഇരുന്ന് കാണുന്നത് വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാ പടവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ നന്ദിയുണ്ട്. നമ്മൾ മൂന്നാമത്തെ പടം വന്നു, അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്നറിയുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. നന്ദിയുണ്ട്. എൻ്റെ അടുത്ത പടങ്ങളും ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഒരാളുടെ ബേസിക് ഫാക്ടർ കൂടെ ആണല്ലോ. അപ്പോൾ ഗിരീഷടി സിനിമകളുടെ ഒരു USP കൂടെ ആവുന്നുണ്ട്. അത് യുനിക് സെല്ലിംഗ് പോയിന്റ് ആണ് എന്റർടൈനിങ് ഫാക്ടർ. അത് കാലത്തിനനുസരിച്ച് മാറ്റവും വരുന്നുണ്ട് അതിനകത്ത്. പക്ഷെ അതിൻ്റെ ഒരു അഡാപ്ഷൻ ശരിക്കും എങ്ങനെ റിയൽ ഓഡിയൻസിലേക്ക് റിഫ്ലക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്? അതെനിക്ക് അറിയില്ല. നമ്മൾ ഇപ്പോൾ ഓരോ പടം കഴിയുമ്പോഴും നമ്മൾ മുമ്പത്തെ പടത്തിൽ സംഭവിച്ച അബദ്ധങ്ങളൊന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാത്തിലും ഷൂട്ടിങ്ങിലായാലും ഒക്കെ നമ്മളങ്ങനെ ശ്രദ്ധിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഓരോ പടങ്ങൾ കഴിയുമ്പോൾ അത് ബെറ്റർ ആവും എന്നുള്ളത്. അത് അതിനനുസരിച്ച് ഓഡിയൻസ് മാറുന്നുണ്ടല്ലോ ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ. അതിനനുസരിച്ച് നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് എത്രത്തോളം ഇതുവരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കാസ്റ്റിംഗിലും ഭയങ്കര പെക്യുലറായിട്ട് തോന്നി. ഇതിലും ഭയങ്കര ഫ്രഷാണ്. എന്നാൽ അവരുടെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. സോ എങ്ങനെ ഈ പറഞ്ഞ കാസ്റ്റിംഗ് പ്രോസസ്സിലും എത്രത്തോളം ഈ തിയേറ്ററിൽ കാണുമ്പോഴുള്ള റിയാക്ഷൻസ് കിട്ടുന്നുണ്ട്? അല്ല, അത് ആ കാസ്റ്റിംഗ് അവർക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ. ഇപ്പോൾ ഒരുപാട് പുതുമുഖങ്ങൾ എല്ലാ സിനിമകളിലും ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ പുതുമുഖങ്ങൾ വരുന്നുണ്ട്. അതൊന്നും ഒരു ഭയങ്കര പണ്ടൊക്കെ പുതുമുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സംശയത്തോടുകൂടി ആൾക്കാർ നോക്കാറുണ്ടാണ്. ഇതിപ്പോൾ അങ്ങനെ ആ ട്രെൻഡൊക്കെ മാറി. ഇപ്പോൾ പുതിയ ആളാണെങ്കിലും അയാളൊരു കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ അത് തമാശ ഉണ്ടെങ്കിൽ ആൾക്കാർ ചിരിക്കും. അല്ലാതെ ഒരു അംഗീകരിക്കാതിരിക്കണതിൻ്റെ ഒരു ഇതൊന്നും പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് ഉണ്ടാവാറില്ല. അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിരുന്നു നമ്മൾ പുതിയ ആൾക്കാരെ പരീക്ഷിക്കാൻ, പുതിയ ടെക്നീഷ്യന്മാരെ കൊണ്ടുവരാനൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം പ്രേക്ഷകർ പഴയ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത് സ്വീകരിക്കപ്പെട്ടു എന്ന് ആണ് ഞാൻ സ്ട്രെസ് എല്ലാ സിനിമ ചെയ്യുമ്പോഴും ഫസ്റ്റ് സിനിമ ആണെങ്കിൽ ഉണ്ട്. കൂടുതലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് നമ്മളെ എത്രത്തോളം അങ്ങനെ നോക്കി കാണുന്നുണ്ടെന്നുള്ളതിനനുസരിച്ചിരിക്കും. എനിക്ക് അങ്ങനെ ഒരു എൻ്റെ മുകളിൽ ഭയങ്കര ഒരു ഉത്തരവാദിത്വം പ്രേക്ഷകർ വെച്ച് തന്നിട്ടുണ്ടോ എന്നുള്ളതും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എല്ലാ പടത്തിനും നമ്മൾ റെസ്പോൺസിബിളാണ്. എല്ലാ പടവും വിജയിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അതെല്ലാ കാലത്തും ചിലപ്പോൾ വിജയിച്ചെന്നൊന്നും വരില്ല. അത് ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കേ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് എപ്പോഴും ടെൻഷനും ഉണ്ട്. ഓരോ പടം ചെയ്യുമ്പോൾ ആ ടെൻഷൻ അനുഭവിച്ചിട്ട് തന്നെയാണ് ഓരോ പടം ചെയ്യാറുള്ളത്. ഇപ്പോൾ ബാനർ സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഒരു കൊളാബറേഷനാണ്. ഫസ്റ്റ് മുതൽ അവരുടെ എൻ്റയർ പ്രോസസ്സിലെ വ്യത്യാസം, പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ. ഇപ്പോൾ ശ്യാം പുഷ്കറിൻ്റെ ഒരു കൊളാബറേഷൻ കൂടെ നമ്മൾ കണ്ടു ലാസ്റ്റ് കാലത്ത്. എങ്ങനെയാണ് ശരിക്കും ഭാവന സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഒരു ഇത്? കാരണം അതൊരു വലിയ ബ്രാൻഡാണ്. അതെ, അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭാവന സ്റ്റുഡിയോസ് എന്നെ സമീപിച്ചതാണ് ഇങ്ങനെ പടം ചെയ്യാൻ നോക്കിയിട്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മലയാളത്തിലെ പ്രൊഡക്ഷൻ കമ്പനീസാണ് ഭാവന സ്റ്റുഡിയോ. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല. ഞാൻ അവരുമായിട്ട് ഒരു കഥ പറയുന്നു. എനിക്ക് എൻ്റെ കയ്യിൽ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കഥ പറയുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നു. അതവർ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. പിന്നെ എല്ലാം അവർ നമ്മുടെ ഇതിലേക്ക് വിട്ടുതരാണ്. നമുക്ക് എന്താണോ എന്നുള്ളത്, എൻ്റെ സ്റ്റൈൽ എന്താണോ അതൊരിക്കലും പോകരുതെന്നുള്ളത് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു, എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അത് അങ്ങനെയായിരുന്നു എൻ്റെ.